നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. പ്രസിദ്ധമായ കല്ലൂർ ഞെള്ളൂർ പൂയം ആഘോഷിച്ചു. പൂയ ആഘോഷത്തിൽ പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. അതിരപ്പള്ളി പീലാർമൂഴിയിൽ 75-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. സംഭവം പീലാർമൂഴി കുടിവെള്ള ടാങ്കിന് സമീപം. NCTV ഇംപാക്ട്. അളഗപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര കാവന്നൂർ മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിലെ മാസങ്ങളായി കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ച സപ്ലൈകോ. ആശ്വാസത്തിൽ കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. രാജ്യം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസിലാണിപ്പോൾ അന്തിമവിധി വന്നിരിക്കുന്നത്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. 2017 ജൂലൈ 10-നാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഒക്ടോബറിൽ 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ 1ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 1700 രേഖകളാണ് കോടതി പരിഗണിച്ചത്. കേസിലെ 3 പ്രതികളെ മാപ്പ് സാക്ഷികളാക്കി. പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്, വിപിൻ ലാൽ, വിഷ്ണു എന്നിവരെയാണ് മാപ്പുസാക്ഷികളാക്കിയത്. കേസിലെ 2 പ്രതികളായ അഭിഭാഷകൻ രാജു ജോസഫ്, അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി വിട്ടയച്ചിരുന്നു. 2012 മുതൽ തന്നെ നടൻ ദിലീപ് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി തന്നെ വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നെന്നും കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജുവാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട്. ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി 1ാം പ്രതി പൾസർ സുനിയും വിചാരണയിൽ രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3-ന് ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത്. പ്രസിദ്ധമായ കല്ലൂർ ഞെള്ളൂർ പൂയം ആഘോഷിച്ചു. പൂയാഘോഷത്തിൽ പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. തിങ്കളാഴ്ച രാവിലെ അഭിഷേകങ്ങൾ, വേലേന്തി, ഭക്തരുടെ വരവ്, പഞ്ചവാദ്യം എന്നിവ നടന്നു. പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം നൽകി. തുടർന്ന് 21 ദേശങ്ങളിലെയും കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ വർണ്ണപ്രപഞ്ചം തീർത്തു. വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശിവേലിയും 50 മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളവും നടത്തി. കേളത്ത് സുധരന്മാരാർ നേതൃത്വം നൽകി. തുടർന്ന് നാദസ്വര കച്ചേരി, ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു.
ആള് കൂടുന്ന സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ സ്ഥലങ്ങളാണ്. അത് ഉത്സവ പറമ്പുകളായാൽ ആയിരക്കണക്കിന് വോട്ടർമാരെ നേരിൽ കാണാം. ഇത്തവണ കല്ലൂർ ഞെള്ളൂർ പൂയത്തിനിടയിലും നിരവധി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാൻ എത്തിയിരുന്നു. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷ മൈതാനി സ്ഥാനാർത്ഥി സംഗമ വേദി കൂടിയായി മാറുന്ന കാഴ്ചയായിരുന്നു പൂയ ദിനത്തിൽ. ജില്ലാ പഞ്ചായത്ത് പുത്തൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് JC കൂനമ്മാക്കൽ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കൂർ ഡിവിഷൻ 2 UDF സ്ഥാനാർത്ഥി ഹേമലത സുകുമാരൻ, തൃക്കൂർ പഞ്ചായത്ത് 18ാം വാർഡ് LDF സ്ഥാനാർത്ഥി ജോർജ് താഴേക്കാടൻ എന്നിവരടക്കമുള്ള സ്ഥാനാർത്ഥികളാണ് കല്ലൂരിലെ ജനങ്ങളെ കാണാനും പൂയ ആഘോഷത്തിൽ പങ്കെടുക്കുവാനും എത്തിയത്. നാട്ടുകാരോട് കുശലം പറഞ്ഞും പൂയ വിശേഷങ്ങൾ ആരാഞ്ഞുമാണ് സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ചൂടിനൊപ്പം പൂയം ആഘോഷിച്ചത്. ൽ തൃക്കൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിൽ തന്നെ വിജയിച്ച് 31ാം വയസ്സിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് രാഷ്ട്രീയത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. 2000 കല്ലൂർ വാർഡിലായിരുന്നു സുന്ദരി മോഹൻദാസിന്റെ കന്നി അംഗം. വിജയിച്ചെത്തിയപ്പോൾ കാത്തിരുന്നത് പ്രസിഡന്റാകാനുള്ള നിയോഗം. കല്ലൂർ വാർഡിനെ തുടർച്ചയായി 2 തവണ പ്രതിനിധീകരിച്ചു. 2010 വാർഡ് 8 മാവിൻ ചുവടായിരുന്നു പാർട്ടി ഏൽപ്പിച്ചത്. അവിടെയും വിജയക്കൊടി പാറിച്ചു. പിന്നീട് വാർഡ് 6 പാറക്കാടും വിജയം. ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഇപ്പോൾ പ്രസിഡന്റ് പദവിയിലിരിക്കെ ഇത്തവണ വീണ്ടും മാവിൻ ചുവട് വാർഡ് പിടിച്ചെടുക്കാനാണ് പാർട്ടിയുടെ നിയോഗം. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്വീകാര്യതയുള്ള വ്യക്തിത്വം എന്നതാണ് സുന്ദരി മോഹൻദാസിന്റെ സവിശേഷത. 25 വർഷക്കാലം തൃക്കൂർ പഞ്ചായത്തിനെ സേവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പലർക്കും എൻ്റെ മുഖം സുപരിചിതം തന്നെയാണ്. അതാണ് എനിക്കുള്ളൊരു ആത്മവിശ്വാസം. പിന്നെ പോരാത്തതിന് ഈ വാർഡ് ഞാൻ കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചപ്പോൾ ഈ വാർഡിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാതെ 9ാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും ഈ വാർഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെയുള്ളവരും എനിക്ക് പരിചിതർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ സേവനം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ അവർ അംഗീകരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. പിന്നെ വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ആ പൂർത്തീകരണത്തിന് ഇത്തവണയും ജനങ്ങൾ എന്നെ അംഗീകരിച്ച് പഞ്ചായത്തിലേക്ക് അയക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. തൃക്കൂർ പഞ്ചായത്തിൽ വീണ്ടും UDF ഭരണം ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ വനിതാ പ്രസിഡന്റാണ് വരുന്നത്? വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്കും സുന്ദരേച്ചി വരുമോ? UDFന് എന്തായാലും ഇപ്രാവശ്യം ഭരണം കിട്ടുന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. പാർട്ടി അങ്ങനെയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണം കിട്ടിയാൽ എന്തായാലും ഞാൻ പ്രസിഡന്റ് തന്നെയാവും. അതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട. അത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ? ഇനിയിപ്പോൾ ഏറെക്കുറെ നമുക്ക് കുടിവെള്ളം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. അതിനുള്ള എല്ലാ സംവിധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളായാലും എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കൂടുതൽ അടിസ്ഥാനപരമായി കുറച്ച് റോഡുകളുടെ വികസനം, അത് നമ്മൾ അതാത് വർഷം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതിനും കൂടാതെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല. അപ്പോൾ അത് നമുക്ക് എത്രയും വേഗം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊതു ശ്മശാനം, അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് MLA. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം അതൊരു പ്രത്യേക അജണ്ട തന്നെയാണ്. പിന്നെ ബാക്കി നമുക്കറിയാലോ, ഓരോ പ്രാവശ്യം വരുമ്പോഴും പ്രത്യേകം നമുക്ക് മനസ്സിൽ ഓരോ ഐഡിയകൾ ഉണ്ടാവും. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. LDF സ്ഥാനാർത്ഥി സോഫിയ എഡിസണും BJP സ്ഥാനാർത്ഥി ഉഷ കുട്ടനുമാണ് എതിരാളികൾ. വാർഡിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എതിരാളിയെക്കുറിച്ച് ചിന്തിക്കാതെ വാർഡ് നിലനിർത്തുകയാണ് LDFന്റെ ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി സോഫിയ എഡിസൺ പറഞ്ഞു. ഒരു മത്സരമായിട്ടൊന്നുമില്ല, ഞാൻ ഈ വാർഡിലത്തെ ഒരു മെമ്പറും കൂടിയായ കാരണം അങ്ങനെ ഒരു പ്രസിഡന്റ് എന്നൊരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനൊന്ന് എൻ്റെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഒരു 5 വർഷം ഞാൻ മെമ്പർ ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി സേവനം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രസിഡന്റിനോട് ഏറ്റുമുട്ടണം എന്നുള്ള രീതിയിലൊന്നല്ല. എൻ്റെ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ സംതൃപ്തിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ വാർഡിൽ വോട്ട് ചോദിച്ച് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. മാവിൻചൂട് വാർഡ് പിടിച്ചെടുക്കുകയും തൃക്കൂർ പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തുകയും ചെയ്താൽ പ്രസിഡന്റ് പദവിയിലേക്ക് ആദ്യ പരിഗണന സുന്ദരി മോഹൻദാസിന് തന്നെയായിരിക്കും.
കൊടകര പഞ്ചായത്തിലെ അഴകം വാർഡിൽ നടക്കുന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. വാർഡ് നിലനിർത്താൻ BJPയും പിടിച്ചടക്കാൻ LDFും UDFും കച്ചമുറുക്കി രംഗത്തുണ്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 2020യുടെയും സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരക്കളത്തിലുണ്ട്. UDF സ്വതന്ത്രൻ TG അജോ, CPMിലെ K അനിൽകുമാർ, BJPയിലെ അഡ്വക്കേറ്റ് ആശ രാംദാസ്, 2020യുടെ MK സുധ എന്നിവരാണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത്. പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഇനിയുള്ള ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തകരെ കൂട്ടി വീണ്ടും വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടാണ് വോട്ടുകൾ തേടുന്നത്. കൊടകരയിലെ കേബിൾ TV ഓപ്പറേറ്ററും പ്രസ് ക്ലബ്ബ് ഭാരവാഹിയുമാണ് TG അജോ. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിൻ്റെ പരിചയ സമ്പത്തുമായാണ് ഈ 42കാരൻ ജനവിധി തേടുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അജോ പറയുന്നു. ഈ വരുന്ന 11-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ 4-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയാണ്. ഈ വാർഡിൻ്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥകൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. നമ്മുടെ ഒരുമ വഴിയും മെയിൻ റോഡും കുറേ നാളുകളായി തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഈ റോഡിൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിൽ നിന്ന് വാങ്ങി ഈ വാർഡിനെ നല്ല രീതിയിൽ നടക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ്. എല്ലാ വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നതിൻ്റെ പരിചയ സമ്പത്ത് കൈമുതലായുള്ള LDF സ്ഥാനാർത്ഥി K സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്ത് സജീവമാണ്. ഇത്തവണ അഴകം വാർഡ് ഇടതുമുന്നണിയിലെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. ബഹുമാനപ്പെട്ട 4-ാം വാർഡ് സുഹൃത്തുക്കളെ, വോട്ടർമാരെ, സഖാക്കളെ, ഈ വരുന്ന ഡിസംബർ 11-ാം തീയതി കൊടകര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഈ വാർഡിൻ്റെ വരൾച്ച മുരടിപ്പ്, അതായത് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗതികളും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റായ ഡിക്സനെയും ബ്ലോക്ക് പഞ്ചായത്ത് കാൻഡിഡേറ്റായ സ്വപ്ന സത്തിനെയും വാർഡ് കാൻഡിഡേറ്റായ സുനിൽകുമാർ എന്ന ബാബുകുന്നത്തിനെയും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നും ഈ നാടിൻ്റെ വികസനം നാളേക്ക് നമുക്ക് നമ്മുടെ ആവശ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ പൊതുരംഗത്തിറങ്ങി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ഒറ്റ മനസ്സോടെ ഇരിക്കണമെന്നും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അഴകം വാർഡ് നിലനിർത്തുന്നതിനായി BJP ഇത്തവണ അംഗത്തട്ടിലിറക്കിയിട്ടുള്ളത് BJPയിലെ അഡ്വക്കേറ്റ് ആശ രാംദാസിനെയാണ്. 2015 മുതൽ 20 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചതിൻ്റെ പരിചയ സമ്പത്തും അഡ്വക്കേറ്റ് ആശയ്ക്കുണ്ട്. ഇവിടെ വിജയം സുനിശ്ചിതമെന്ന് ഇവരും തറപ്പിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് അഴകത്ത് നിന്നും BJP NDA സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വികസന തുടർച്ചയ്ക്കായിട്ട് NDA BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡ് ജില്ലാ തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവരെ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NCTVയിലെ വാർത്താ അവതാരകനായ KR ശശികുമാറും മത്സര രംഗത്തുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് KR ശശികുമാർ. ആദ്യമായാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നുവരുന്നത്. NCTV, കൊടകര, KCV എന്നീ പ്രാദേശിക കേബിൾ ചാനലുകളിൽ വർഷങ്ങളായി വാർത്താവതാരകനാണ്. അധ്യാപനത്തോടൊപ്പം കൃഷിയും പശുപരിപാലനവുമെല്ലാം ശശിമാഷിന്റെ ജീവിതചര്യയുടെ ഭാഗമാണ്. വീടാന്തരം കയറിയിറങ്ങിയും സ്ക്വാഡുകളായി തിരിഞ്ഞുമാണ് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നത്. നാട്ടുകാരുമായുള്ള അടുപ്പം തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് വാർത്താ അവതാരകൻ കൂടിയായ KR ശശികുമാർ എന്ന സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി ജെയിംസ് മാഷും BJP സ്ഥാനാർത്ഥിയായി KS ബിജുകുമാർ എന്നിവരാണ് KR ശശികുമാറിന് എതിരാളികളായുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് കാവനാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം ചുറ്റിക, അരിവാൾ, നക്ഷത്രം. കഴിഞ്ഞ 33 വർഷമായി ആനന്ദപുരം സ്കൂളിലെ അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. കൂടാതെ
ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി വളരെ സജീവമായി ഇടപെട്ട വ്യക്തി കൂടിയാണ്. വിവിധ ചാനലുകളിലായി പ്രധാനമായും NCTV ചാനലിലെ വാർത്താ അവതാരകനായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കൊടകര കേബിൾ TV ചാനലിലും വാർത്താ അവതാരകനാണ്. കൂടാതെ ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ പ്രോഗ്രാം അനൗൺസറായും നിരവധി വർഷം പ്രവർത്തിച്ച പാരമ്പര്യം എനിക്കുണ്ട്. കൂടാതെ അധ്യാപകനായി ആനന്ദപുരം സ്കൂളിൽ ജോലി ചെയ്ത സമയം വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും കൂടുതൽ സ്നേഹവും ആത്മാർത്ഥമായ ഇഷ്ടവും കൈപ്പറ്റാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പറായി തീർന്നാൽ ഈ വാർഡിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. അതിരപ്പിള്ളി പീലാർമുഴിയിൽ 75-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. പീലാർമുഴി കുടിവെള്ള ടാങ്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. തെക്കൂടൻ സുബ്രനാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ചായ്പൻകുഴി സെന്ററിലേക്ക് ചായ കുടിക്കാൻ വന്ന സുബ്രനെ ആന ആക്രമിക്കുകയായിരുന്നു. നാട്ടുകാരാണ് പരിക്കുകളോടെ സുബ്രൻ റോഡിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 5 ആനകളുള്ള കൂട്ടമാണ് മേഖലയിൽ ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ സംഘടിച്ചെത്തിയ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെയും ജീപ്പിന്റെയും ചില്ലുകളടക്കം നാട്ടുകാർ തകർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചായ്പൻകുഴി വെട്ടിക്കുഴി ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണം ഉണ്ടായത്. 6 മാസം മുൻപ് ചായ്പൻകുഴി ഭാഗത്ത് ഫോറസ്റ്റ് ഓഫീസിന്റെ മതിലിനോട് ചേർന്നുള്ള 500ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇപ്പൊ തിരിച്ചു ഒരു 100-150 വട്ടങ്ങൾ ഇതിന്റെ മുന്നിൽ പ്രതിഷേധത്തിന്റെ ജനങ്ങള് ജനമൈത്രി വനസേന വനമൈത്രി അല്ല, അത് മൃഗമൈത്രി. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു. ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ രതീഷ് ചന്ദ്രനാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. അപകടത്തിലും മറ്റൊരാൾക്കും പരിക്കുണ്ട്. NCTV ഇംപാക്ട്. അളഗപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര കാവലൂർ മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിൽ മാസങ്ങളായി കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ച സപ്ലൈകോ. ആശ്വാസത്തിൽ നെൽകർഷകർ. അളഗപ്പനഗർ പഞ്ചായത്ത് വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലെ 40ഓളം കർഷകർ കൊയ്ത നെല്ലായിരുന്നു സപ്ലൈകോ സംഭരിക്കാതെ കെട്ടിക്കിടന്നത്. അളഗപ്പനഗർ കൃഷിഭവന് കീഴിൽ വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലുള്ള കർഷകർ 1ാം വിളയായി കൊയ്തെടുത്ത 100 ടണ്ണോളം നെല്ലാണ് 1.5 മാസത്തിലേറെയായി പാടശേഖരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കിടന്ന് നശിക്കുന്ന വിവരം NCTVയിലൂടെ അധികൃതർക്ക് മുൻപിൽ എത്തുകയായിരുന്നു. ദുരിതം പരിഹരിക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതില്ലെന്ന കർശന തീരുമാനമെടുത്തിരുന്നു കർഷകർ. കാവല്ലൂർ, പൂക്കോട്, വട്ടനാത്തറ, പച്ചളിപ്പുറം പാടശേഖര സമിതിക്ക് കീഴിലെ 200ഓളം കർഷകർ കൊയ്ത നെല്ല് മഴ നനഞ്ഞ് പാതയോരത്തും വീട്ടുവളപ്പിലും കിടന്ന് മുളച്ചു നശിക്കുന്ന അവസ്ഥയിലായിരുന്നു. വിഷയങ്ങളിൽ കർഷകർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ കർഷകർ KK രാമേന്ദ്രൻ MLAക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയായിരുന്നു. നെല്ല് ഭാഗികമായെങ്കിലും സംഭരിച്ച ആശ്വാസത്തിലാണ് നെൽകർഷകർ. ചെറുവാളിൽ CPM വാർഡ് പൊതുയോഗം നടത്തി. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് നൊട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സജിത സുനിൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA അനിൽകുമാർ, PS ശരത് ശങ്കർ, KA അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. യുവാവിനെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ. മാള കാക്കുളിശ്ശേരി മരിയാംതുരത്ത് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ജെറി കുരുവിലശ്ശേരി, വലിയപറമ്പ് സ്വദേശി ജിഷ്ണുദേവൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 6-നായിരുന്നു സംഭവം. മാള വലിയപറമ്പിലുള്ള ലോഡ്ജിനുള്ളിൽ വെച്ച് മാള വലിയപറമ്പ് ഓൾഡ് IT ദേശം സ്വദേശി പോട്ടക്കാരൻ വീട്ടിൽ രോഹിതിനെ അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചുവെന്നാണ് കേസ്. ജെറിയിൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് രോഹിത്തിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജെറി മാള, എറണാകുളം, ചെമ്മനാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസിലും 1 മോഷണ കേസിലും 3 അടിപിടി കേസിലും പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ, മാള എക്സൈസ് ഓഫീസ് എന്നിവിടങ്ങളിലായി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുമുള്ള 3 കേസുകളിലടക്കം 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI PA റഷീദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മൂർക്കനാട്ടുമന വാസുദേവൻ മേൽശാന്തി, നന്ദ്യാർലി മന ജാതവേദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദ്രവ്യകലശം നടത്തിയത്. ദ്രവ്യകലശത്തിന് ശേഷം ക്ഷേത്രത്തിൽ മാതൃസമിതി രൂപീകരിച്ചു. മാതൃസമിതി അംഗങ്ങൾക്ക് കലശം കൺവീനർ സി മോഹൻദാസ് യൂണിഫോം വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ശേഷം പ്രസാദ ഊട്ട് നടത്തി. കമ്മിറ്റി അംഗങ്ങളായ വി കെ രാജൻ, സി മോഹൻദാസ്, ഗോപി പറമ്പത്ത്, ജയൻ ഇളയിടത്ത്, സുമേഷ് നിവേദ്യം, മാതൃസമിതി സെക്രട്ടറി രാജി ഇളയിടത്ത് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം ഊരാളൻ കുറുമാലി പടുതോൾ വിജയകുമാർ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി മനോജ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രക്ഷേമ സമിതി മുതിർന്ന അംഗങ്ങൾ, ഭാഗവതാചാര്യൻ പുല്ലൂർ മണ്ണ് മണിവർണ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് യജ്ഞവേദിയുടെ സമർപ്പണം നടത്തി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് മുരളീധരൻ കെ ചേലാട്ട് അധ്യക്ഷനായി. മുതിർന്ന ക്ഷേമസമിതി അംഗങ്ങളെയും വിശിഷ്ടാതിഥികളെയും ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ ആദരിച്ചു. ക്ഷേത്രം ഊരാളൻ വിജയൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ഗോപുരത്തിൽ വെച്ച് പൊന്നാടയും മാലയും ചാർത്തി ആചാര്യവരണം നടത്തി. മാതൃസമിതി അംഗങ്ങൾ താലപ്പൊലിയോടുകൂടി ആചാര്യന് സ്വീകരണവും ക്ഷേത്ര പ്രദക്ഷിണവും നടത്തി. ഹരി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് എം രവി, സെക്രട്ടറി പി ബി ചന്ദ്രൻ, ജനറൽ കൺവീനർ നിധിൻ, ജോയിന്റ് കൺവീനർ എം മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ഇനി കാണാം ഇൻഫോ ടോക്ക്. അത്താഴം ശരിയായ രീതിയിലല്ലെങ്കിൽ അത് ദഹനത്തെയും ഉറക്കത്തെയും ബാധിക്കും. രാവിലെ മെറ്റബോളിസം ഉച്ചസ്ഥായിയിലായിരിക്കും. വൈകുന്നേരമാകുന്നതോടെ ഇത് പതുക്കെ താഴാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത്താഴം ആരോഗ്യകരമാക്കേണ്ടത് പ്രധാനമാണ്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. അത്താഴം ശരിയായ രീതിയിലല്ലെങ്കിൽ അത് ദഹനത്തെയും ഉറക്കത്തെയും ബാധിക്കും. രാവിലെ മെറ്റബോളിസം ഉച്ചസ്ഥായിയിലായിരിക്കും. വൈകുന്നേരമാകുന്നതോടെ ഇത് പതുക്കെ താഴാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത്താഴം ആരോഗ്യകരമാക്കേണ്ടത് പ്രധാനമാണ്. വൈകുന്നേരം 7 മണിക്ക് മുൻപായി അത്താഴം കഴിക്കുന്നതാണ് നല്ലത്. എളുപ്പത്തിൽ ദഹിക്കുന്ന ലഘുവായ ഭക്ഷണം തിരഞ്ഞെടുക്കാം. ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉയർന്ന പോഷകമൂല്യമുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അത്താഴത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചിക്കൻ, പയർവർഗ്ഗങ്ങൾ, പച്ചിലക്കറികൾ എന്നിവ നല്ലതാണ്. അത്താഴത്തിന് ദഹിക്കാൻ എളുപ്പമുള്ളതും ഉറക്കത്തെ തടസ്സപ്പെടുത്താത്തതോ ആയ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം. പനീർ, ടോഫു, പയർ, ബീൻസ് തുടങ്ങിയവ ഉൾപ്പെടുത്താവുന്നതാണ്. അത്താഴത്തിന് തൈര് കഴിക്കുന്ന ശീലം ഒഴിവാക്കാം. രാത്രിയിൽ ദഹന പ്രക്രിയ വളരെ സാവധാനത്തിലായിരിക്കും. അതിനാൽ തന്നെ വലിയ അളവിലുള്ള ഭക്ഷണം ദഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേഷൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0480272074 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. വെണ്ടോർ മഞ്ഞളി സണ്ണി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ. റോസ്ലിയാണ് ഭാര്യ. സിമി, സിജോ എന്നിവർ മക്കളും ആദ്യ മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. പ്രസിദ്ധമായ കല്ലൂർ നെല്ലൂർ പൂയം ആഘോഷിച്ചു. പൂയ ആഘോഷത്തിൽ പങ്കെടുത്തത് 100 കണക്കിന് ആളുകൾ. അതിരപ്പിള്ളി പീലാർമൂഴിയിൽ 75കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. സംഭവം പീലാർമൂഴി കുടിവെള്ള ടാങ്കിന് സമീപം. NCTV ഇംപാക്ട്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വരാക്കര കാവന്നൂർ മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിലെ മാസങ്ങളായി കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ച സപ്ലൈകോ. ആശ്വാസത്തിൽ കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.